ഇന്ത്യയുടെ ബങ്കർ ബസ്റ്റർ മിസൈൽ വരുന്നു എന്നാണ് കേൾക്കുന്നത്. കിരണ ഹിൽസുകളൊക്കെ അടിച്ച് തകർത്ത ഇന്ത്യയുടെ ബ്രഹ്മോസിനെ ഒരു പടി കൂടെ കടന്ന് പ്രഹരശേഷി പകരാൻ കഴിയുന്ന ഒരു മിസൈൽ, അത് അമേരിക്ക കൊണ്ടുവന്നിട്ട് ഇറാനെ തകർത്തതുപോലെ ഇനി പാകിസ്ഥാൻ ഒന്ന് അനങ്ങിയാൽ തീർക്കാൻ കഴിയുന്ന ആ കരുത്ത് ഇന്ത്യ നേടുകയാണ്. എങ്ങനെയാണ് ഈ മിസൈൽ, എന്തൊക്കെയാണ് പ്രത്യേകതകൾ? അതായത് ലോകമെമ്പാടും വളരെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്. നമുക്കാണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് അഗ്നി 5 ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈലാണ്, ICBM ആണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വികസിപ്പിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു, ഇതുവരെ ഉണ്ടായിരുന്ന ആയുധങ്ങളെക്കാൾ മാരകം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രഹരശേഷി എത്രത്തോളമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്കതിനെ അതിൻ്റെ ഒരു എന്തുകൊണ്ട് അതിനെ ഒരു വ്യത്യസ്തമാകുന്നു, നിർമ്മിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അപകടകാരിയാക്കുന്നു എന്നുള്ളതെന്ന് നോക്കാം. DRDO തന്നെയാണ് ഇത് വികസിപ്പിക്കുന്നത്. അഗ്നി 5 ബങ്കർ ബസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഈ മിസൈലിന് ഏകദേശം 7500 മുതൽ 8000 കിലോഗ്രാം വരെ വഹിക്കാൻ കഴിയുന്ന പരമ്പരാഗത ആണവ പോർമുനകൾ മാത്രം വഹിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. അപ്പോൾ പേലോഡ് ശേഷി മാത്രം ഇതിന് എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് ആണ് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇത് മാക്ക് 8 മുതൽ മാക്ക് 20 വരെയാണ് ഇതിൻ്റെ ഒരു, കൂടാതെ ഇതിൻ്റെ ഒരു ഏകദേശം 2500 കിലോമീറ്റർ വരെ പ്രഹരശേഷി കൂടി ഇതിന് ഉണ്ട് എന്ന് പറയുന്നു. ഈ ശേഷി ഉപയോഗിച്ച് അമേരിക്കയുടെ GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ, കൂടാതെ റഷ്യയുടെ KAB 1500 LPR ഉൾപ്പെടെയുള്ള ലഭ്യമായ ഏറ്റവും വലിയ, ഏറ്റവും സങ്കീർണമായിട്ടുള്ള ബങ്കർ ബസ്റ്റർ ആയുധങ്ങളെക്കാൾ മികച്ചതാണ് ഈ പറയുന്ന നമ്മുടെ അഗ്നി 5 എന്ന് പറയുന്ന വരാൻ പോകുന്ന ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ICBM എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായിട്ടുള്ള രീതിയിൽ തുളച്ചു കയറി ഏറ്റവും കൂടുതൽ പ്രഹരം ഏൽപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ എതിരാളികൾക്ക് അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അഗ്നി 5 ബങ്കർ ബസ്റ്ററിൻ്റെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു സവിശേഷത അതിൻ്റെ പുതിയ വകഭേദം പേലോഡിനെ ത്യജിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 7500 മുതൽ 8000 കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ കഴിവുള്ള ഈ പുതിയ വകഭേദം 80 മുതൽ 100 മീറ്റർ റൈൻഫോഴ്സ്ഡ് കോൺക്രീറ്റോ പാറയോ ഒക്കെ തുളച്ച് കയറാൻ പാകത്തിനാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമുക്ക് അമേരിക്കയുടെ GBU-57, റഷ്യയുടെ KB 1500, ചൈനയുടെ DF-15C എന്നിവയേക്കാൾ എങ്ങനെയാണ് ഈ അഗ്നി 5 എന്നുള്ളത് മികച്ചു നിൽക്കുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഇന്ത്യ എന്ന് പറയുന്നത് അഗ്നി 5ൻ്റെ പല വകഭേദങ്ങൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അതിൻ്റെ വകഭേദങ്ങളിൽ ചിലത് ഈ വർഷം തന്നെ ആദ്യം വികസന പ്രക്രിയയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ വകഭേദങ്ങളിൽ നിന്ന് 5000 കിലോമീറ്ററിൽ കൂടുതൽ ആക്രമണ ശേഷി ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതാണ് എന്നതാണ്. അഗ്നി 5ൻ്റെ പുതിയ പതിപ്പുകളിൽ പേലോഡ് പരമാവധി നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 7500 മുതൽ 8000 കിലോഗ്രാം വരെ വാർഹെഡ് ഇപ്പോഴും അതിന് വഹിക്കാൻ കഴിയുമെങ്കിലും 80 മുതൽ 100 മീറ്റർ വരെ ആഴത്തിലേക്ക് ഉറച്ച പാറയിലേക്ക് പോലും തുളച്ചു കയറുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ചലനശേഷിയാണ്. ഒരു മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ഒന്നിലധികം ഭൂപ്രദേശങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഇത് വിന്യസിക്കാനായിട്ട് എളുപ്പത്തിൽ തന്നെ കഴിയും. അഗ്നി 5ൻ്റെ ആഴത്തിലുള്ള നുഴഞ്ഞു കയറാനുള്ള ഈ ഒരു സാധ്യത അത് വാർഹെഡ് വകഭേദത്തിന് പാകിസ്ഥാൻ്റെ കിരണ ഹിൽസ് ആണവ സംഭരണ കേന്ദ്രം അല്ലെങ്കിൽ ഹിമാലയൻ അതിർത്തിയിലെ ചൈനയുടെ മിസൈൽ സിലോകൾ പോലുള്ള കനത്ത ഉറപ്പുള്ള ഭൂഗർഭ സ്ഥലങ്ങളെ പോലും പൂർണ്ണമായിട്ടും അതിന് നശിപ്പിക്കാൻ കഴിയും. മറ്റൊന്ന് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 13600 കിലോഗ്രാം ആണ്. പേലോഡ് ശേഷി 2400 കിലോഗ്രാം ഉയർന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ്.
തുളച്ചു കയറാനുള്ള കഴിവ് എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഡെലിവറി പരിമിതി എന്ന് പറയുന്നത് പരീക്ഷണങ്ങളിൽ ഇറാന്റെ കഠിനമായിട്ടുള്ള ഈ ചുണ്ണാമ്പ് കല്ലൊക്കെ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തേക്ക് തുളച്ചു കയറുന്നതിൽ ഇത് പരാജയപ്പെട്ടിട്ടുണ്ട്. അതെ, അതിലേക്ക് തുളച്ചു കയറുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ. അപ്പൊ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഡെലിവറി രീതി എന്ന് പറയുന്നത് ഒരു ബോംബർ വിമാനം വിന്യസിക്കേണ്ടതുണ്ട്. അത് ഈ ആവശ്യത്തിനായിട്ട് US B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ലക്ഷ്യശേഷി 8 മുതൽ 10 മീറ്റർ ഉറപ്പിച്ചിട്ടുള്ള കോൺക്രീറ്റ് മേൽക്കൂരകളിലേക്ക് പോലും ഇതിന് തുളച്ച് കയറാൻ കഴിയും. ഇനി ഇത് ആണവ കേന്ദ്രങ്ങൾ, ആഴത്തിലുള്ള ഭൂഗർഭ ബങ്കറുകൾ, തുരങ്ക ശൃംഖലകൾ, കനത്ത സുരക്ഷയുള്ള സൈനിക ആസ്ഥാനങ്ങൾ എന്നിവയൊക്കെ ആക്രമിക്കാൻ പാകത്തിന് തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെ, നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നോക്കുമ്പോൾ GBU-57B എന്നത് അമേരിക്കയുടെ ഒരു പ്രിസിഷൻ ഗൈഡഡ് ബങ്കർ ബസ്റ്റർ ബോംബാണ്. അപ്പോൾ ഇതിൽ GPS മാർഗനിർദ്ദേശമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന കൃത്യതയുള്ള ലക്ഷ്യബോധം ഈ GBU-57 അതിനുണ്ട്. കൂടാതെ അതിൻ്റെ ഒരു നൂതനമായിട്ടുള്ള ഫ്യൂസിംഗ് സിസ്റ്റം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് നിലത്തെയോ കാഠിന്യമേറിയിട്ടുള്ള ലക്ഷ്യങ്ങളിലൊക്കെ തുളച്ചു കയറാനായിട്ട് അതിനെ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന റഷ്യ വികസിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഉള്ളത്. അപ്പോൾ ചൈനയുടെ DF-15C അല്ലെങ്കിൽ ഡോങ്ഫെങ് 15C എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു ബങ്കർ ബസ്റ്റർ മിസൈലുണ്ട്. ഇത് ഒരു ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലാണ്. ഇത് DF-15 മിസൈൽ കുടുംബത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനോടും താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ അഗ്നി 5 ബങ്കർ ബസ്റ്റർ മിസൈൽ വരുന്നത്. ഇത് വരുമ്പോൾ പാകിസ്ഥാൻ സത്യത്തിൽ ഭയപ്പെടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതിൽ അവരുടെ ഒരു ഡോൺ എന്ന് പറയുന്ന മാധ്യമത്തിലെ ഒരു ലേഖനത്തിൽ അതിൽ പറയുന്നത് ഇന്ത്യയുടെ അഗ്നി 5 പാകിസ്ഥാന് ഒരു പ്രധാന ഭീഷണിയാണ് എന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധയായിട്ടുള്ള റാബിയ അക്തർ പോലും പറയുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തോട് ഇടപെട്ട് ഇതിൻ്റെ ഉൽപ്പാദനം നിർത്തിവെക്കണം എന്ന് വരെ അവർ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉപരിതല ലക്ഷ്യങ്ങൾക്ക് മാത്രമല്ല ആഴത്തിലുള്ള ഭൂഗർഭ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾക്കും ആണവ സൗകര്യങ്ങൾക്കും പോലും ഇത് ഗുരുതരമായ ഭീഷണിയാണെന്ന് അവർ ഇപ്പോൾ തന്നെ, നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അവർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ സൈനിക തന്ത്രത്തിലുള്ള അപകടകരമായിട്ടുള്ള ഒരു മിസൈൽ എന്നുകൂടി ലാഹോർ സർവകലാശാലയിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള റാബിയ അക്തർ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള യുദ്ധങ്ങളെയും ആണവ യുദ്ധങ്ങളെയും ഒക്കെ അഗ്നി 5 കൊണ്ട് ഓവർലാപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവർക്ക് ഇപ്പോഴേ ഒരു ആശങ്ക, അവരുടെ രാജ്യത്തുള്ള പ്രതിരോധ രംഗത്തെ വിദഗ്ധർക്കൊക്കെ ഇതിപ്പോഴേ ഒരു ആശങ്കയുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പാകിസ്ഥാന്റെ ഭയം നിഴലിക്കുന്നില്ലേ ദാസ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ആണവ കമാൻഡ് സെന്ററുകളെയോ മറിഞ്ഞിരിക്കുന്ന ബങ്കറുകളെയൊക്കെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ ഇതുപോലൊരു മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ അതിനെ ഒരു ആണവ ഭീഷണിയായിട്ട് പറയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നേരത്തെ പ്രിയൻ പറഞ്ഞല്ലോ കിർന ഹിൽസിലെ കാര്യം, അവിടെ ഒന്ന് കൊണ്ടപ്പോഴേ US വരെ നെഞ്ചുവേദന ഉണ്ടായി. അപ്പോൾ പാകിസ്ഥാനിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ നെഞ്ചുവേദന ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഭയം, പാകിസ്ഥാന്റെ കണ്ണിൽ ഭയം എന്ന് പറയുമ്പോൾ അത് US കൂടി ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ ആകാശ് മിസൈലിൻ്റെ സംവിധാനങ്ങളെ കുറിച്ചൊന്നും വൈറ്റ് ഹൗസിന് അത്ര വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവന്മാരവിടെ എന്തോ ഒന്ന് വികസിപ്പിച്ചിട്ടുണ്ട്, അത് എത്രത്തോളം വരുമെന്നുള്ളതായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രഹരശേഷിയോടുകൂടി വൈറ്റ് ഹൗസിൽ ട്രംപ് അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയെന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് പോലും കിട്ടാത്ത ആൾക്കാർക്ക് ഇപ്പോൾ അഗ്നി 5 പോലുള്ള ഒരു വളരെ പ്രഹരശേഷിയുള്ള ഒരു മിസൈൽ, ബങ്കർ ബസ്റ്റർ മിസൈൽ ഇന്ത്യ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ചങ്കിടിപ്പുണ്ടാകും. ഒരുപക്ഷെ റഷ്യയ്ക്ക് പോലും ഉള്ളിലൊരു ഉൾക്കിടിലം ഉണ്ടാകാം. ചൈനയ്ക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള മിസൈലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചങ്കിടിപ്പുണ്ടാകും. കാരണം എന്നും അവർ മികച്ചു നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല പലതരത്തിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ് ഈ റഷ്യ ഒഴികെയുള്ള ഈ മറ്റു രാജ്യങ്ങളുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന അഗ്നി 5 എന്ന് പറയുന്നത് നമുക്ക് വളരെ കരുത്തേകുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.